ചരിത്രത്തിലാദ്യമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം 50 വാർഡ് പിടിച്ചെടുത്തത്. ചരിത്രത്തിലാദ്യമായി തലസ്ഥാന കോർപ്പറേഷനിൽ ഒരു BJP മേയറും ഒരു BJP ഡെപ്യൂട്ടി മേയറും വരുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. എന്തായാലും BJP കേരളത്തിൽ എവിടെയെങ്കിലും വിജയം നേടിയാൽ അപ്പോൾ തുടങ്ങുന്നതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ഈ കുത്തിക്കഴപ്പും ചൊറിച്ചിലും. അത് തിരുവനന്തപുരത്തും ആരംഭിച്ചു. ഈ ചൊറിച്ചിൽ കണ്ട് ചില കൃപികടികളുള്ള കമ്പികളും പൊങ്ങികളും ആഹ്ലാദിക്കുന്നുണ്ട്. എന്തൊക്കെയോ BJP ക്യാമ്പിൽ ചീഞ്ഞു നാറുന്നുണ്ട്. BJPക്കുള്ളിൽ തമ്മിലടി, BJPക്കുള്ളിൽ വലിയ വിയോജിപ്പ്, BJPക്കുള്ളിൽ വലിയ തർക്കം. എന്തിനെ ചൊല്ലിയാണ്? തലസ്ഥാനത്തെ മേയറെ ചൊല്ലി. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുന്നത്. ഇത് കേട്ട് ഒരൊറ്റ BJPക്കാരനോ ഒരൊറ്റ RSകാരനോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് കൃത്യമായ അജണ്ടയാണ്. ഇനിയുള്ള 3-3.5 മാസക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ദേശാഭിമാനിയേക്കാൾ തരം താഴും. ദേശാഭിമാനിയുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകുക. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി BJPയെ നാറ്റിക്കണം, പരമാവധി BJPക്ക് ദോഷമുണ്ടാക്കുന്ന വാർത്തകൾ പടച്ചുവിടണം. അങ്ങനെ BJPക്ക് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ഒരു സംതൃപ്തി അടയുകയാണ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മേയറെ കുറിച്ചുള്ള വാർത്തകളും. മേയറെ കുറിച്ച് BJPക്കുള്ളിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് BJP കുറിച്ച് അറിയുന്നവർക്കറിയാം. ഈ 50 പേർ വിജയിച്ചവരിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ BJPക്ക് നിഷ്പ്രയാസം സാധിക്കും. അത് കോൺഗ്രസിലെ പോലെ തമ്മിലടിയോ അല്ലെങ്കിൽ തൊഴുത്തിക്കുത്തിലൂടെയോ അല്ല. കൃത്യമായി തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം ഒരാളെ നിർദ്ദേശിക്കും. ആ നിർദ്ദേശിക്കുന്ന ആൾ തിരുവനന്തപുരത്തെ മേയർ ആവുകയും ചെയ്യും. അല്ലാതെ ഇന്നയാൾക്ക് കൂടുതൽ പിന്തുണ, മറ്റേയാൾക്ക് കുറച്ച് പിന്തുണ, ഇന്നയാൾ ഉണ്ടെങ്കിൽ കുറെ പേർ മാറി നിൽക്കുമെന്ന് പറയുന്നു. ഇത്തരം വാർത്തകളൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. മാധ്യമങ്ങൾ തന്നെയാണ് രണ്ടുപേരെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത്. ഒരിക്കലും BJPയുടെ ഏതെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ആര് മേയറാകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. VV രാജേഷ് മേയറാകുമെന്നോ ശ്രീലേഖ മേയറാകുമെന്നോ ഉത്തരവാദിത്തപ്പെട്ട ഒരു BJP നേതാവ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ VV രാജേഷിനോ ശ്രീലേഖയ്ക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാധ്യത മറ്റൊരു വ്യക്തിക്കോ ഉണ്ടാകാം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇക്കാര്യത്തിൽ BJPയുടെ താല്പര്യത്തിനൊപ്പം RSSന്റെ താല്പര്യവും ഏറെ പ്രാധാന്യമുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത് BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇവിടെ അധികാരം പിടിച്ചാൽ ആ അധികാരം കൊണ്ട് പ്രവർത്തന മികവ് തന്നെ കാണിച്ചു കൊടുക്കണം. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനേക്കാൾ ഉപരി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിക്ഷേപമാണ്. ഈ കോർപ്പറേഷന്റെ പ്രവർത്തനം നല്ലതായില്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം കേരളം മാത്രമല്ല ഇന്ത്യ പോലും ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷനാണ് തലസ്ഥാന കോർപ്പറേഷൻ. BJP ചരിത്രത്തിൽ ആദ്യമായി വിജയിച്ച കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ മികച്ച ഭരണം കാഴ്ചവെക്കാനും അതിലൂടെ തിരുവനന്തപുരത്തെ 2-3 നിയമസഭാ സീറ്റുകൾ വിജയിച്ചെടുക്കാനും അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് തന്നെ പിടിച്ചെടുക്കാനും BJPയെ കഴിയണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മികച്ച ഭരണം നടക്കണം. കഴിഞ്ഞ 4 പതിറ്റാണ്ട് LDF നടത്തിയ ഭരണത്തെക്കാൾ ഏറ്റവും മികച്ചൊരു ഭരണം കൊണ്ടുവരണം. ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം. തെരുവ് നായ ശല്യമടക്കം, അതുപോലെ മാലിന്യ പ്രശ്നമടക്കം, കുടിവെള്ളമടക്കം, അതുപോലെ വെള്ളക്കെട്ടടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും കാര്യക്ഷമമായി പരിഹരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണമായിരിക്കണം തലസ്ഥാനത്ത് വേണ്ടത്. അതിനുവേണ്ടി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ഒരു വ്യക്തിയെ BJP മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ മാധ്യമ കെട്ടുകഥകളാണ്. മാധ്യമങ്ങൾ ഉണ്ടാക്കിവിടുന്ന, പടച്ചുവിടുന്ന കള്ള വാർത്തകളാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരിക്കലും BJP പ്രവർത്തകരോ RSS പ്രവർത്തകരോ ഈ വാർത്ത കണ്ട് വേദനിക്കരുത്. ഇത് വെറും ശുദ്ധ അസംബന്ധമായിട്ടുള്ള വാർത്തയാണ്. BJPക്കുള്ളിൽ മേയറെ ചൊല്ലി ഒരു തർക്കവുമില്ല. മേയറെ ചൊല്ലി തർക്കിക്കേണ്ട കാര്യം BJPക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.